ഫുക്രിയിലേക്ക് സ്വാഗതം. അർജന്റീന കഷ്ടിച്ച് രക്ഷപ്പെട്ടു, അങ്ങനെ മാത്രമേ പറയാൻ പറ്റുള്ളൂ. കടന്നുകൂടി, അത്രയേ ഉള്ളൂ. അത്ര മാത്രം. കേപ്പ് വെർദെ, ഹാറ്റ്സ് ഓഫ് കേപ്പ് വെർദെ, വിരോചിതം കേപ്പ് വെർദെ, ഗംഭീരം, അതിഗംഭീരം കേപ്പ് വെർദെ. ഒരു തരത്തിലും അർജന്റീനയ്ക്ക് പിടികൊടുക്കാതെ കേപ്പ് വെർദെ അവസാനം വരെ പൊരുതി. ഒടുവിൽ അർജന്റീന 2-3 ഗോളിന് കഷ്ടിച്ച് കടന്നുകൂടി പ്രീ ക്വാർട്ടറിൽ എത്തിയിരിക്കുന്നു. അത്രേ ഉള്ളൂ. കേപ്പ് വെർദെക്കാണ് മുഴുവൻ മാർക്കും ഈ മത്സരത്തിൽ, ഒരു തർക്കവും വേണ്ട. നിശ്ചിത സമയത്ത്, കളിയുടെ നിശ്ചിത സമയത്ത് ഓരോ ഗോളടിച്ച് ഇരു ടീമുകളും സമനിലയിലായിരുന്നു. കളിയുടെ 29ാമത്തെ മിനിറ്റിൽ മെസ്സിയാണ് അർജന്റീനയെ മുന്നിലെത്തിച്ചത്. പിന്നീട് 59ാമത്തെ മിനിറ്റിൽ ഡുവാർട്ടെ കേപ്പ് വെർദെയെ ഒപ്പം എത്തിച്ചു. അതിനുശേഷം 92ാമത്തെ മിനിറ്റിൽ, എക്സ്ട്രാ ടൈമിൽ 92ാമത്തെ മിനിറ്റിൽ ലിസാൻഡ്രോ മാർട്ടിനസ് അർജന്റീനയുടെ 2ാമത്തെ ഗോൾ അടിച്ചു. അധികം വൈകാതെ തന്നെ ലോപ്പസ് കോർബൽ 103ാമത്തെ മിനിറ്റിൽ ലോപ്പസ് കോർബൽ അത്യുജ്വലൻ ഗോൾ. ഗോളിക്ക് എമിലിയാനോ മാർട്ടിനസിന് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അതിഗംഭീര ഗോൾ. ഒടുക്കം 111ാമത്തെ മിനിറ്റിൽ ഒരു സെൽഫ് ഗോൾ എന്ന് പറയാം. കാരണം അർജന്റീനിയൻ പ്ലെയർ ഹെഡ് ചെയ്തത് കേപ്പ് വെർദെ ഡിഫൻഡറുടെ ഷോൾഡറിൽ തട്ടി, ചുമലിൽ തട്ടി ഗോൾ പോസ്റ്റിലേക്ക് പോവുകയായിരുന്നു. ഗോളി വൊസീഞ്ഞയ്ക്ക് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അതിഗംഭീരമായ ശ്രമം വൊസീഞ്ഞ നടത്തി. പക്ഷേ വൊസീഞ്ഞയുടെ ഗോൾ വലയിൽ 3ാമത്തെ ഗോൾ വീണു. പിന്നീട് 116ാമത്തെ മിനിറ്റിൽ ഒരു ഫ്രീ കിക്കിൽ കബ്രാൽ അടിച്ച ഉഗ്രൻ ഒരു ഷോട്ട്, ഫ്രീ കിക്ക്, അതിഗംഭീര സേവ്. എമിലിയാനോ മാർട്ടിനസ് കളി ജയിപ്പിച്ച സേവ് എന്ന് തന്നെ പറയണം. കബ്രാലിൻ്റെ ആ ഷോട്ട് എമിലിയാനോ മാർട്ടിനസ് പണ്ട് സിദാന്റെ ആ ഹെഡർ ബഫൺ തട്ടി അകറ്റിയതുപോലെ അതിഗംഭീരമായി ആ വായുവിൽ ഉയർന്നു പൊങ്ങി എമിലിയാനോ മാർട്ടിനസ് തകർത്തു വിട്ടു. 3 മിനിറ്റിന് ശേഷം 119ാമത്തെ മിനിറ്റിലും അതിഗംഭീരമായ ഒരു സേവിലൂടെ എമിലിയാനോ മാർട്ടിനസ് അർജന്റീനയുടെ രക്ഷകനായി എന്ന് പറയാം. എന്തായാലും അർജന്റീന കഷ്ടിച്ച് കടന്നുകൂടിയിരിക്കുന്നു. 2-3 ഗോളുകൾക്ക് പ്രീ ക്വാർട്ടറിൽ എത്തിയിരിക്കുന്നു. ഇനി പ്രീ ക്വാർട്ടറിൽ അവർ ഈജിപ്തിനെ നേരിടും.